പംകിനോ ബട്ടർനട്ട് സ്ക്വാഷോ എന്തുമാകട്ടെ അതുകൊണ്ടുണ്ടാക്കാവുന്ന ഒരടിപൊളി പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് സോഫ്റ്റ് തന്നെയല്ല, ഉണ്ടാക്കാൻ എളുപ്പവും വളരെ ടേസ്റ്റിയുമാണ്. മത്തങ്ങയൊക്കെ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്, എന്നാൽ അതിലേറെ ടേസ്റ്റാണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന പലഹാരത്തിന്. ഇവിടെ ഞാൻ കുറച്ച് ബട്ടർനട്ട് സ്ക്വാഷ് പീസ് എടുത്തിട്ടുണ്ട്. അത് ബട്ടർനട്ട് സ്ക്വാഷും മത്തങ്ങയും ഏകദേശം ഒരേ ടൈപ്പിലുള്ളതാണ്, എന്നാൽ ഇതിന് ഇച്ചിരി മധുരം കൂടുതലാണ്. ഇതൊരു സ്റ്റീമറിൽ വെച്ച് വേവിക്കുക. വെള്ളത്തിലിട്ട് വേവിക്കരുത്. വെന്ത് കഴിയുമ്പോൾ ചൂട് മാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് ഷുഗർ, കറുവപ്പട്ടയുടെ പീസസ്, 3-4 ഏലയ്ക്ക ഇതെല്ലാം കൂടി ഇട്ട് പൊടിക്കുക. ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുക. എന്നിട്ട് നന്നായിട്ടിത് ബീറ്റ് ചെയ്യുക. ഇനിയും ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, മണമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വീണ്ടും ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഇതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെന്ത് ചൂട് പോയ ബട്ടർനട്ട് സ്ക്വാഷ് നന്നായി അരച്ചെടുക്കുക. അരച്ച പൾപ്പ് മുട്ടയുടെ മിക്സിയിലേക്ക് ഇടുക. കൂടെ 3/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുക. അരച്ചു വന്നപ്പോൾ പൾപ്പ് ഏകദേശം 1/4 കപ്പുണ്ട്. ഇനിയും ഇത് നന്നായിട്ട് ഇളക്കണം. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇടുക. കൂടെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ലേശം ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഈ പൊടിയിലേക്ക്, ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇടുക. അങ്ങനെ ഈ പൊടിയും മുട്ട മിക്സും എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇവിടെ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് വരാനായിട്ട്. ഇവിടെ ബാറ്റർ തയ്യാറായി. ഇനിയും ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ഓവനിൽ വെക്കുകയോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രത്തിൽ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം. കുറച്ച് റേസിൻസ് കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി. അത് ഓപ്ഷനിലാണ്. റേസിൻസ് ഇട്ടതിന് ശേഷം കുറച്ച് ബാറ്റർ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. അതും അടച്ചു വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓവൻ ഞാൻ നോക്കി, ഓവനിലെ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ബട്ടർനട്ട് സ്ക്വാഷ് കേക്ക്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഒരു ഹെൽത്തി കേക്ക്. ഇതുണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും തയ്യാറാക്കാൻ നോക്കും. അത്രയ്ക്ക് സോഫ്റ്റാണ്, ടേസ്റ്റിയാണിത്. ഈ അടിപൊളി കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.